രണ്ടാം ദിവസം രാവിലെ 8:10. ഹലോ, ഗുഡ് മോർണിംഗ്. ഷോ തുടങ്ങിയില്ലേ? നമുക്ക് ടാസ്ക് ഒക്കെ ചെയ്യണ്ടേ? അതിനു മുമ്പ് ഒരു പാട്ടായാലോ? എല്ലാവരും ഡാൻസൊക്കെ കളിക്കുന്നേ. രാവിലെ 8:45. ഒരാള് രാവിലെ ഗുഡ് മോർണിംഗ് പറയുമ്പം അയാളുടെ ഫീലിങ്സ്, അയാൾ ഹാപ്പി ആയിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു. തിരിച്ചു ചേട്ടൻ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ റിപ്ലൈ ചെയ്യണം. റിപ്ലൈ ചെയ്യുന്നിടത്താണ് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വർക്ക് ആവുന്നത്. അത് മലയാളത്തിലാവാം ഇംഗ്ലീഷിലാവാം. അല്ലാതെ ഹറാസ് ചെയ്യുന്ന രീതിയിൽ, അവരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ 1 മണിക്കൂർ കഴിഞ്ഞ് വന്നിട്ട് എനിക്ക് ഇതേ പറയാൻ പറ്റൂ എന്ന് പറയുന്നതല്ല. അത് കഴിഞ്ഞ കാര്യമല്ലേ ചേട്ടൻ. നമ്മൾ ഇത്രയും പേര് ചേട്ടൻ്റെ അടുത്ത് സംസാരിക്കണം. ചേട്ടൻ എന്തിനാണ് ഈ ഇതിന് ചുറ്റും കിടന്ന് ഓടുന്നത്, നടക്കുന്ന എന്തിനാണ്? അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ എത്ര പേര് ഞാൻ നടക്കുമ്പോ എന്റെ വഴി തടഞ്ഞ് നടക്കാൻ അനുവദിക്കാതിരുന്നിട്ട് അനുമോൾ അടക്കം അങ്ങനെ ചെയ്തിട്ടില്ലേ? ഇന്ന് കാലത്ത് എന്തുകൊണ്ട് ചേട്ടൻ നിക്കാത്തതുകൊണ്ട്? ഒരു ക്യാപ്റ്റൻ എന്തിനാണ് മനുഷ്യനെ കാണുന്നത്? ഇപ്പൊ ഞാനിത് ഈ ദോശ ഇങ്ങനെ കൺസിസ്റ്റൻസി ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഇപ്പൊ എന്തിനാണ് അനുമോൾ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പറയുന്നത്? ചേട്ടൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പോഴാണല്ലോ ചോദിക്കേണ്ടത്. ചേട്ടൻ നല്ല ചേട്ടന്റെ മൂഡ് നോക്കി നമുക്ക് സംസാരിക്കാൻ വേണ്ടി വരാൻ പറ്റുള്ളൂ. രാവിലെ 8:50. മലയാളത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ അത് പ്രശ്നമാണ്. മലയാളം ഇത്ര പൊട്ട ഭാഷയാണോ? ആണോ? എല്ലാവരും അടുത്ത് വരരുത്. മലയാള ഭാഷയെ അപഹേളിച്ച് നിങ്ങൾക്ക് നാളെ മലയാളത്തിന് നമ്മളെല്ലാവരും മലയാളികളല്ലേ? പകരം മനസ്സിലാക്കിയിരിക്കണം. ഒരു ബണ്ണ് കിച്ചണിൽ നിൽക്കുന്നുണ്ട്. ബിന്നിക്ക് 2 ബണ്ണ് കിട്ടിയാൽ ഒരു കാര്യമില്ല. നീ നിന്റെ കാര്യം നോക്കി നീ ആരും പഠിപ്പിക്കാൻ വന്ന സുപ്രഭാതം നമുക്കറിയണം. സുപ്രഭാതം എന്താ പറയണമെന്നും അതിന്റെ അർത്ഥം എന്താണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളും നിനക്കൊപ്പമല്ല, നീ ഞങ്ങൾക്കൊപ്പമാണ് ഈ ഷോയിലുള്ളത്. അല്ല, നിനക്കൊപ്പമല്ല ഞങ്ങൾ വന്നേക്കണം. നീ പഠിപ്പിക്കാൻ എന്താ പറഞ്ഞാൽ ഞാൻ കേട്ടില്ല. സംസാരിക്കണം ആദ്യം. നീ പിന്നെ അങ്ങോട്ട് നടക്കാൻ നോക്ക്. രാവിലെ 9:35. നീ ഒളിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലടി. കത്തിപ്പടരെ കണ്ടോ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ ശരത്തെ? ഞാൻ എന്തെങ്കിലും പറഞ്ഞോ? ഇവിടെ വാ. എടാ, നിന്റെ കഴുത്തുളുക്കല് കള്ളത്തരാന്ന്. ഇവിടെ വാ. ഓടിച്ചിട്ട് പിടിക്കും. പെൺപിള്ളേർ തൊടരുത്. മുടിയിൽ പിടിക്കാലോ. കഴുത്തിന് വേദന ഉണ്ട്. കഴുത്ത് വേദന വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നറിയാമോ? ഒന്നെങ്കിൽ ചൂട് ആവി പിടിക്കും. ഞാനിപ്പോ ഡോക്ടർമാർക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കണ്ടേ? അപ്പൊ ഡോക്ടർമാരെ അവഹേളിച്ചു. ഡോക്ടർമാരെ അവഹേളിച്ചു. നീ കള്ളത്തരം മരുന്ന് എഴുതി കൊടുക്കാണ്. ഡോക്ടർമാര് ഫുള്ള് വെറും വ്യവസായത്തിന് വേണ്ടി മാത്രമാണ് ഇതൊക്കെ എഴുതി കൊടുക്കുന്ന രീതിയിലാണ്. ഡോക്ടറെ കുറ്റം പറഞ്ഞു. കേരളത്തിലുള്ള എല്ലാ ഡോക്ടർമാരെയും അവഹേളിക്കുന്ന തരത്തിലുള്ള അനുവിന്റെ സംസാരം വളരെ തെറ്റായി പോയി. വേദന വന്നു കഴിഞ്ഞാൽ എല്ലാ പെടലി വേദനയ്ക്കും മസിൽ പെയിൻ ആണെങ്കിൽ ഓയിൽമെന്റ് എക്സസൈസ് ചെയ്യാം. ഇതിനൊക്കെ ചൂട്
ചൂടുവെള്ളം കുടിച്ചാൽ മതി, അവൻ പോക്കോളും, മരുന്നിന്റെ ആവശ്യമില്ല. അപ്പൊ ഡോക്ടേഴ്സ് പിന്നെ മരുന്നൊക്കെ വേദനക്ക് പറഞ്ഞൊക്കെ കഴുത്തിന്റെ വേദനക്ക് ഡോക്ടേഴ്സ് മരുന്ന് എഴുതി കൊടുക്കുന്നത് എന്തിനാണ് ചോദിച്ചത്. അപ്പൊ അതൊക്കെ അവർക്ക് പൈസ കിട്ടാനാണ്. നിങ്ങൾക്ക് പൈസ കിട്ടാൻ വേണ്ടിട്ടാണോ? പൈസ കിട്ടാൻ വേണ്ടിട്ടാണോ ഡോക്ടറെ പൈസ കിട്ടാൻ വേണ്ടിട്ടാണോ? അങ്ങനെയാണോ നീ പറഞ്ഞു? ഞാൻ അങ്ങനല്ല പറഞ്ഞു. എന്നെ ചുമ്മാ കരയിപ്പിക്കില്ല കേട്ടോ. ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ, അതായത് ചെറിയ ചെറിയ അസുഖങ്ങൾക്കൊക്കെ ഇങ്ങനെ ബിഗ് ബോസ് മരുന്ന് തരത്തില്ല എന്ന് ഞാൻ പറഞ്ഞു തൊട്ടേനും പിടിച്ച് അത് കിടക്കുന്നതിന്റെ രീതിയാണ്. ചൂട് ആവി പിടിക്കുകയോ ഇങ്ങനെ എന്തെങ്കിലും നമ്മൾ തനിയെ പോവും ഇങ്ങനെയുള്ള ക്യാഷ് ക്യാഷ് കിട്ടാൻ വേണ്ടിട്ടാണ്. അയ്യോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടോ ഇല്ലയോ? ഡോക്ടർമാര് അല്ല മരുന്ന് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അല്ല ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു മിനിറ്റ് ഇവിടെ ഇപ്പൊ ഞാൻ മാത്രല്ലേ ഉള്ളൂ, ശരത്തില്ലല്ലോ. ശരത്തിനോടും കൂടിയാണ് ഇവള് പറഞ്ഞത്. ചോദിക്കും ഡോക്ടർമാര് പൈസക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പറഞ്ഞല്ലേ. ആ രീതിയിലല്ല നിങ്ങൾ പറഞ്ഞെന്ന് വെച്ചാൽ ഡോക്ടർമാര് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പൈസക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാ പറഞ്ഞോ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ഞാൻ വിജയിച്ചില്ലേ? ഇവളെന്താ പറഞ്ഞേ? എന്താ പറഞ്ഞേ? ബിഗ് ബോസിൽ വന്ന് ഞാൻ കരയില്ല. അല്ലല്ല ഒരിക്കലും എടി കരയരുത് കേട്ടോ, അനു കരയരുത്. ഓക്കെ, നമ്മൾ ഒരിക്കലും ഇല്ല കാര്യമോ കേൾക്കാത്ത കാര്യമോ ഒരിക്കലും പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലാണ് പുള്ളിക്കാരി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. തമാശ പറഞ്ഞത് ബിഗ് ബോസ് ഹൗസിൽ അല്ല എനിക്ക് രാവിലെ എക്സസൈസ് കുറഞ്ഞു. ഇത് ഏതോ രോഗം പടർന്നു പിടിച്ചാണ് ഈ നടത്താം. ഇതൊരു രോഗം പടർന്നു. തമാശയല്ല. ഈ ലോകത്തുള്ള എല്ലാ ഡോക്ടേഴ്സും കളിയാക്കുന്ന പോലെയാണ് സംസാരിച്ചിരിക്കുന്നത്. രാവിലെ 9:50. മറച്ചു വെച്ചൊക്കെ ഇത് എന്തിനാണ് ഞാൻ പറഞ്ഞോ? ഡോക്ടേഴ്സ് പൈസക്ക് വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത് ഞാൻ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞില്ല. പിന്നെ എന്തിനായിട്ടാ എല്ലായിടത്തും അങ്ങനെ പറഞ്ഞു? എല്ലാവരും അങ്ങനെയല്ലേ വിചാരിച്ചു? നമ്മളെ കൂടുതൽ ഡോക്ടർ ഉള്ളതല്ലേ. എടി ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തെങ്കിലും അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സങ്കടം വരും. കരയാണോ ചെയ്യേണ്ടത്? പിന്നെ സങ്കടം വരും. ഇല്ലാതെ ചെയ്യാത്ത കുറ്റം ഞാൻ പറഞ്ഞുതരാം. ചെയ്യാത്ത കുറ്റം പിന്നെ സങ്കടം വരൂലേ? നീ ഇവിടെ കരയാൻ പാടില്ല. മാക്സിമം ഞാൻ പിടിച്ചു നിന്നതാണ്. ഞാൻ എന്റെ അമ്മ അച്ഛനെയൊക്കെ ഓർത്തിട്ടാണ് ഞാൻ പിടിച്ചു നിന്നത്. അവരൊക്കെ ഞാൻ കൊടുത്തിട്ട് വന്ന വാക്കാണ്. ഞാൻ കരയത്തില്ല. അത്രയ്ക്ക് എനിക്ക് എനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം വന്നാൽ മാത്രം ഞാൻ കരയുള്ളൂ. ഞാൻ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ, കരയില്ല എന്ന് പറഞ്ഞിട്ടില്ല. കരയില്ല എന്ന് പറയുന്നത് വിശ്വാസം. ഞാൻ പിന്നെ എന്തിനാ കരഞ്ഞ? നീ കരയാൻ പാടില്ല. ബോൾഡ് ആയിട്ട് നിൽക്കണ്ട. നീ ഒരു പെൺകുട്ടിയല്ലേ? ഈ കാര്യങ്ങൾക്ക് എങ്ങനെയാ ബോൾഡ് ആയിട്ട് നിൽക്കുന്നത്? ഞാൻ അത്ര ബോൾഡ് ഒന്നുമല്ല. കരച്ചിൽ വന്ന് ഞാൻ കരയും, ദേഷ്യം വന്നാൽ ഞാൻ ദേഷ്യപ്പെടും. നമുക്ക് നടന്ന കാര്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആരും കുറ്റപ്പെടുത്തുകയോ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുകയോ ഒന്നുമല്ല. അങ്ങനല്ലേ പെങ്ങളെ ശ്രദ്ധിച്ചിരുന്നു. അനു അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് ശരത്തേട്ടൻ ഞാൻ പറഞ്ഞോട്ടെ. പൈസക്ക് വേണ്ടിയിട്ടാണ് ഡോക്ടർമാര് ഇരിക്കണതെന്ന് ഞാൻ പറഞ്ഞു എന്നാണ് ഷാനവാസ്. സ്റ്റോപ്പ്. പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പറഞ്ഞു നിങ്ങൾ എല്ലാരും കേട്ടോ? ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇല്ല. കാര്യം പറയണോ? അതുകൊണ്ട് ഇപ്പൊ ടോണായി ശ്രദ്ധിക്കുക. ഇടപെടില്ല. ഈ വീട്ടിലത്തെ കാര്യം മോർണിംഗ് ആക്ടിവിറ്റിക്ക് സമയമായി.
എല്ലാവരും ഗാർഡൻ ഏരിയയിൽ വന്നിരിക്കുക. രാവിലെ 10:10. ഷാനവാസിക്കൊക്കെ ഞാൻ പണ്ട് മുതലേ കാണാൻ തുടങ്ങിയതാ. ഇവിടെ ആരും ട്രസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ചില സമയങ്ങളിലൊക്കെ അത് മറന്നു പോകുന്നു. ഞാൻ കരയില്ലാന്ന് ഞാൻ തീരുമാനിച്ചു വന്ന് കരയത്തില്ല, ഇനി കരയില്ല. കരയിപ്പിക്കുക അവരുടെ ലക്ഷ്യം. എനിക്ക് തമാശയായിട്ട് ഫണ്ണായിട്ട് ആളുകൾക്ക് എനിക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചിരിപ്പിച്ച് ഒന്ന് പോകാനാണ് എനിക്ക് താല്പര്യം. കരഞ്ഞ് മെഴുകി പോകാൻ താല്പര്യമില്ല. ദേഷ്യപ്പെടാനും വയ്യ. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അഹങ്കാരി എന്ന് നാട്ടുകാർ പറയും. കരഞ്ഞ് മെഴുകിയ പിന്നെ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ പറയും വാഴയാണ് എന്നൊക്കെ. ഈ 3 വേർഡ് എല്ലാം വരും. രാവിലെ 10:15. നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് ഓഡിഷന് വന്നപ്പോഴേ ചോദിച്ചൊരു സംശയമാണ്, ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. ഇന്ന് രാവിലെ ഈ വീടിനുള്ളിൽ നടന്ന സംഭവങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിപ്പോയി ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്ന്. വീഡിയോ റെക്കോർഡിംഗ് ഉണ്ടേ, വേണമെങ്കിൽ ചർച്ച ചെയ്യാം. സത്യം പറയട്ടെ, എനിക്ക് ഇന്നിവിടെ രാവിലെ നടന്ന സംഭവങ്ങളൊന്നും ഒരു ചുക്കും മനസ്സിലായില്ല. അതുകൊണ്ട് ഇന്ന് രാവിലെ മുതൽ ഇവിടെ നടന്ന സംഭവങ്ങളെ ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി തന്നാൽ കൊള്ളാം. അവരോട് പറയണ്ടേ, പ്രേക്ഷകരോടെ. പിന്നെ ലാലേട്ടനും പറഞ്ഞതല്ലേ കാർഡുകളൊന്നും ഇറക്കണ്ടെന്ന്. പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾക്ക് ടൈമൊന്നും വേണ്ടല്ലോ. ഞാൻ പറയാം. അതിനു മുൻപ് അനുമോളെ, ബിഗ് ബോസ് ഈ മേക്കപ്പ് എവിടുന്ന് കിട്ടി? മേക്കപ്പ് എന്ന് പറയുമ്പോൾ ലിപ്സ്റ്റിക്ക് മാത്രം. അല്ല, ഞാൻ ഇതുവരെ ഒന്നും തന്നില്ലായിരുന്നു, പിന്നെ എവിടുന്ന് കിട്ടി? ഇല്ല വാഷ്റൂമിന്റെ അവിടെ ഇരിക്കുന്ന കണ്ട് അവളുടെ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഈ വിഷയം നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പോ പറഞ്ഞത് ചെയ്യൂ. രാവിലെ 10:20. ഹായ് ക്യാപ്റ്റൻ, ഗുഡ് മോർണിംഗ്. അപ്പൊ എന്തുവാടേ ഒരു ഗുഡ് മോർണിംഗ് പോലും പറയാത്തെ, ഒരു മുഖം പോലും തരാതെ പോകുന്ന ക്യാപ്റ്റൻ, എന്തുവാടേ ഒരു ഗുഡ് മോർണിംഗ് നമ്മൾ പറഞ്ഞു ബേസിക് മര്യാദയാണ് തിരിച്ചു പറയാന്നുള്ളത്. ഗുഡ് മോർണിംഗ് ചേട്ടാ. അണ്ണാക്കിൽ പിരി വെട്ടിയോ? അല്ല, അത് കഴിഞ്ഞു. ഞാൻ ഒരിക്കലും കൈകൊണ്ട് കാലോട്ടൊന്നും കാണിച്ചിട്ടില്ല. ഗുഡ് മോർണിംഗ്. എല്ലാവരും നല്ല രീതിയിലാണ് സുപ്രഭാതം പറഞ്ഞിരിക്കുന്നത്. ഞാൻ കാണിക്കാം. വന്നപ്പോ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ലേ? മാന്യമായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്യണം. നമ്മളൊക്കെ മാന്യമില്ലാത്ത ഇവൻ ഭയങ്കര മാന്യത. ഒന്ന് മാന്യ ഇത്രയും പറയായിട്ട് ഇത്രയും ഓവറായിട്ട് ഞാൻ ഇവിടെ ബിഹേവ് ചെയ്യുന്നു. അതാ ഞങ്ങൾ ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഓവറായിട്ട് റീക്രിയേറ്റ് ചെയ്യുന്നത്. പുള്ളിക്കറിയാം, അനീഷിനറിയാം അനീഷ് ഓവറാണെന്ന്. രാവിലെ 11:35. ആർക്കൊക്കെ നിങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങൾ വേണം? ഒന്ന് കൈപൊക്കിക്കേ. വേണം ബിഗ് ബോസ്, വേണം. ആദ്യത്തെ പണിപ്പുര ടാസ്കിന് സമയമായി. അടിപൊളി. നേരത്തെ പറഞ്ഞ പോലെ ഓരോ തവണയും പണിപ്പുരയിൽ പോവാനായി ഓരോ ആക്ടിവിറ്റികളായിരിക്കും ഉണ്ടായിരിക്കുക. അതിൽ ആദ്യമായി പണിപ്പുരയിൽ പോവാൻ ഇന്ന് അവസരം ലഭിക്കുക നോമിനേഷനിൽ ഉൾപ്പെടാത്തവരിൽ നിന്ന് 2 പേർക്ക് മാത്രമാണ്. ഇതിൽ നിന്ന് 2 പേരെ ബാക്കി എല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുക. പണിപ്പുരയിൽ പോവാനുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഉത്തരവാദിത്വത്തോടെ തിരഞ്ഞെടുക്കുക. സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരെ തിരഞ്ഞെടുക്കണോ, അതോ വീടിനും കൂടി വേണ്ടി സാധനങ്ങൾ എടുക്കുന്നവരെ തിരഞ്ഞെടുക്കണോ എന്ന് ബുദ്ധിപൂർവം തീരുമാനിക്കുക. രാവിലെ 11:40. ഇൻകേസ് അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ടാസ്ക് കിട്ടും. ആ ടാസ്ക് കിട്ടിയിട്ട് നമുക്ക് കിട്ടുന്ന പോയിന്റ്സ് ഉണ്ടാവും. ആ പോയിന്റ്സ് വെച്ച് നിങ്ങൾക്ക് പേഴ്സണൽ തിങ്സ് ഒന്നും എടുക്കാനില്ല. അപ്പൊ നിങ്ങൾ ഹൗസിന് വേണ്ടിയിട്ടുള്ള ഏതായാലും പിങ്ക്
അല്ല പിങ്ക് അല്ലേ പിങ്ക് ബാഗ് പിങ്ക് ആ ഫുഡ് ലക്ഷറി സാധനം അത് ടാർഗറ്റ് ചെയ്യാം. ഞങ്ങൾ നോമിനേഷൻ പെടാത്ത ആൾക്കാരിൽ നിന്ന് 2 പേരെ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓക്കെ ആണോ ഇല്ല എന്നുള്ളത് പറയുക. 1 അക്ബർ, 2 ആദില നൂറ. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ സമ്മതിക്കാം. ഉച്ചയ്ക്ക് 12:20. എല്ലാരും പൊളിഞ്ഞു, ഇവൻ പൊളിഞ്ഞു, നീ പൊളിഞ്ഞു, ഞാൻ പൊളിഞ്ഞു, എല്ലാരും പൊളിഞ്ഞു. എല്ലാരും പുറത്തേക്ക് വന്നു, ക്യാരക്ടർ പുറത്തേക്ക് വന്നു. അക്ബർ പൊളിഞ്ഞു, എല്ലാരും പൊളിഞ്ഞു. പൊളിഞ്ഞിട്ടില്ല. ആദ്യം പൊളിക്കണ്ടായിരുന്നു ജിസേനെ പൊളിക്കണം. അടിപൊളി ഫണ്ണായിരിക്കും. ഞാൻ ഇട്ടുതരാം. നിങ്ങളിവിടെ ഒരുങ്ങാൻ വന്നതല്ല, ഗെയിം കളിക്കണം. മനസ്സിലായിരുന്നു. ചിരിക്കുന്നു കേട്ടോ. ഞാൻ ചിരിക്കുന്നു. എനിക്ക് എന്നെ അഭിനയമാണ്, കറക്റ്റ് അഭിനയമാണ്, മറക്കരുത്. എപ്പോഴും പുള്ളിക്കാരി മേക്കപ്പ് കിട്ടാൻ ഡ്രസ്സൊക്കെ ഇട്ട് കിടലെന്ന് നടക്കുന്നത്. മേക്കപ്പ് മാത്രമല്ല വഴക്കിടാറല്ലേ? അല്ല, ഇങ്ങനെ പുറകെ നടന്ന ഗെയിമിൽ ഇൻവോൾവ് ആവാൻ നോക്ക്. ഇവിടെ മേക്കപ്പ് ഇടുക. ഇവിടെ നമ്മൾ ഇവിടെ ഗെയിം എന്താണ് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്ക് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഉദ്ദേശിക്കുന്ന എല്ലാവരും പുറത്തേക്ക് വരണമെന്നുണ്ട്. നിങ്ങൾ രാവിലെ ആകുമ്പോൾ 100 തവണ മേക്കപ്പ് ഇടുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു എന്നല്ല. നിങ്ങളൊരു ഇൻപുട്ട് ഇവിടെ ഈ വീട്ടിൽ ഇത്രയും മണിക്കൂറിൽ വന്നിട്ടില്ല. നിങ്ങളൊരു ഇടപെടൽ ഒന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ നിലപാടുകൾ പറഞ്ഞിട്ടില്ല. വഴക്കല്ല, ശബ്ദം ഉയർത്തുമ്പോൾ അത് വഴക്കാണെന്നും ഉണ്ടാവണം ഷോയില്. ഇത് മലയാളം ബിഗ് ബോസ് ആണ്. നിങ്ങൾ സംസാരിക്കാതിരിക്കുകയും നമ്മൾ സംസാരിക്കുമ്പോ ആ സംസാരം എങ്ങനെ നിങ്ങൾക്ക് ദേഷ്യമായിട്ട് മാറും? ഞാൻ ഇങ്ങനെ എന്റെ നിലപാടുകൾ പറയുമ്പോൾ ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്ന ആളാണ്. അല്ല, അഗ്രസീവ് അല്ല, ഇതല്ല. അപ്പൊ ശരിക്കുള്ള അഗ്രസീവ് കണ്ടിട്ടില്ല. ഇത് ഒരു മോഡൽ ഷോ അല്ല. നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞങ്ങൾ. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രശ്നങ്ങളിലും നിങ്ങൾ ഇടപെടുന്നില്ല. പുറകെങ്കിലും ഞങ്ങൾ പോയി. ഇയാൾ പോയോ? ഒരാളുടെ മോഡലിംഗ് ഷോ കാണാനല്ല ജോയിൻ ചെയ്യേണ്ടതല്ല പറഞ്ഞത്. ഞങ്ങളിവിടെ ടീം ഉണ്ടാക്കാൻ വേണ്ടിയല്ല വന്നിരിക്കുന്നത്. നിങ്ങൾ സംസാരിക്കാൻ നിങ്ങൾക്ക് വേണ്ടി, ഞാൻ എന്തിനാ ഈ കൂട്ട് ആക്കിയിട്ട് 5 ആൾക്കാർ പുറത്ത് ഇങ്ങനെ പോകണം? അതെനിക്ക് ഇഷ്ടമല്ല. ഞാനൊരു ഗുണ്ടുകളുടെ പോലെ ഒരാളെ പുള്ളി ചെയ്യത്തില്ല. 4 ആൾക്കാര് ഗുണ്ടകൾ എന്ന് പറയില്ല, നീ ഇംഗ്ലീഷ് പറഞ്ഞോ? എനിക്ക് മലയാളം അറിയാം. ഒരു ഗ്രൂപ്പ് ഉണ്ട്. അക്ബറിനെതിരെ ഞാൻ സംസാരിക്കും, അക്ബർ എനിക്കെതിരെ സംസാരിക്കും. ഒരു ഗാങ്സ്റ്റർ ഗ്രൂപ്പ് ഉണ്ട്. അതൊരാളെ വിളി ചെയ്യും, പിന്നെ വേറെ പെണ്ണിനെ കറിപ്പിക്കും, പിന്നെ അവള് കരയും, പിന്നെ ഞാൻ കരയും. അത് പറ്റത്തില്ല, ഞാൻ കരയത്തില്ല. The only thing is that 2 ദിവസമായി ഞാൻ എല്ലാവരും നോക്കുവാണ് എങ്ങനെയാണ്, ആരാണ് ഇഷ്ടമാണ്, ആരെന്നെ ഇഷ്ടമില്ല. ഉച്ചയ്ക്ക് 12:45. ഒരു കാര്യം പറയട്ടെ, ആദ്യം നിങ്ങൾക്ക് അങ്ങനെ തോന്നരുത് എനിക്ക് മലയാളം അറിയത്തില്ല. എനിക്ക് നല്ലപോലെ മലയാളം അറിയാം. പറയുമ്പോൾ ചിലപ്പം ഇങ്ങനെ ഫമ്പലാകും, പക്ഷെ പറയാൻ നല്ലപോലെ ഫമ്പലാകും. ഞാനൊരു ഗുണ്ടിയാണ്. അതിന് ഓപ്പോസിറ്റ് ഇല്ല. ഗുണ്ടിയുണ്ട് ഇല്ല, ഞാനാണ്. അതല്ല റൗഡിയാണ്. ഇപ്പൊ കറക്റ്റ്. ഉച്ചയ്ക്ക് 12:50. ദേഷ്യത്തിലാണല്ലോ. ഇവർക്ക് അറിയത്തില്ല എനിക്ക് എത്ര ദേഷ്യം വരും എന്ന് അറിയത്തില്ല ഇവർക്ക്. പക്ഷേ ഈ ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. അതാണ് പ്രോബ്ലം. ശരദിനെ നീ ഇങ്ങനെ റെഡി ആയിട്ട് വരും, നീ ഇങ്ങനെ മേക്കപ്പ് ആയിട്ട്. അപ്പൊ ഇത് TV ഷോ അല്ലേ? നീ നിനക്ക് ഒരു അഭിപ്രായമില്ല. നീ ഇങ്ങനെ ഉടുപ്പ് മാറിയിട്ട് എപ്പോഴും മേക്കപ്പ് ചെയ്തിട്ട് നടക്കും. ഡ്രസ് എന്താണ് ഇട്ടുന്ന അതല്ല പറയുന്നത്. നീ എന്തിനാ എപ്പോഴും റെഡി ആക്കണം? ഞാൻ എന്താ സ്മെല്ലായിട്ട് ഇവിടെ നടക്കാനാ? പിന്നെ എനിക്കങ്ങനെ ഫണ്ണില്ല. രണ്ടാം ദിവസം ഉച്ചയ്ക്ക് 1:10. അപ്പൊ ഒരു കാര്യം വേണ്ടേ, ഇങ്ങനെ ചൂൽ ചെയ്താൽ ചൂല് പൊട്ടത്തില്ലേ? ഇങ്ങനെ ചെയ്താൽ അത് പോകത്തില്ലേ? നടു മാത്രം മതി. ഞാൻ എന്തിനാ ഇത് ഓടിഞ്ഞു പോകും. എന്തുകൊണ്ട് ഹിസലിന് എത്തുന്നില്ല, പക്ഷെ എനിക്ക് എത്തുന്നുണ്ട്. എനിക്ക് കുഴിയേണ്ട ആവശ്യമില്ല. ഇങ്ങനെയാണോ ചെയ്യണത്? ഇങ്ങനെയാണ് വാരി ചെയ്യണത്. ഞാൻ
ഞാൻ എന്റെ ഇഷ്ടത്തിന് ചെയ്യാം. തൂക്കണ്ടേ? തൂക്കുന്ന ചവർ പോയാ പോരെ? പോയില്ലല്ലോ. പോകുന്ന പിന്നെ ചൂല് മാത്രം പൊട്ടുന്നുണ്ട്, പോകുന്നില്ല ചവറ്. ഞാൻ ഇപ്പൊ ചവർ പോയില്ലേ? കണ്ട, ഇങ്ങനെയാണ് ചവർ പോണത്. അപ്പൊ ചൂലിങ്ങനെ ഇരിക്കണം. ചൂലിങ്ങനെ ഇരിക്കുമ്പോ എനിക്കറിയില്ല. പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാം. വെക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഭാഗത്ത് ജിസയിലും കാട്ടുപോത്തിന്റെ തൊലിക്കട്ടിയുമായി കാട്ടുപോത്ത് പോലും നാണിപ്പിച്ചു പോകുന്ന രീതിയിൽ അനുമോള് കൂടി നടത്തുന്ന മത്സരം. അടിച്ചോ മോളടിച്ചോ. ഈ മാറ്റിന് പറ്റിയ ചൂലല്ല ഇത്. വാക്യൂം ക്ലീനർ ആണ് മാറ്റിനെ പറ്റി. അതെ, അത് തന്നില്ലെങ്കിൽ അവർക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ. അപ്പൊ കൈ എന്തിനാണ് ചൂല് കൊടുത്തത്? അവിടെ ഇവിടെ കിടന്ന വേസ്റ്റിൽ ഞാൻ കൈ കൊണ്ടാണ് പറക്കി എടുത്തിരിക്കുന്നത്. ചൂലുകൊണ്ട് എടുക്കാനുള്ളതല്ല. ചൂല് യൂസ് ചെയ്യണ്ടേ? കൊച്ചു ചവർ എങ്ങനെ പോകും? കൊച്ചു കൈ കൊണ്ട് എടുക്കണം. ഞാൻ കൈ കൊണ്ടാണ്. ഇത് കൈ കൊണ്ട് എടുക്കണം. ഇത് അങ്ങനെയല്ല, വാരി എടുക്കണം. വാരിയല്ലേ? വാരി എടുക്കുമ്പോ വാരി ചൂല് കൊണ്ട് വരും. ഞാൻ ചെയ്യാം, എനിക്ക് ഒരു കുഴപ്പമില്ല. This is my duty, I will do it. ബാക്കിയൊക്കെ ഞാൻ ചെയ്തോളാം. രണ്ടാം ദിവസം ഉച്ചയ്ക്ക് 2:30. ശ്രദ്ധിക്കുക, അങ്ങനെ ആദ്യമായി പണിപ്പുരയിൽ പോകാനുള്ള സമയമായി. അതിനായി ചില കാര്യങ്ങളുണ്ട്. തന്നിരിക്കുന്ന ബൗളിൽ 6 ചിട്ടുകളുണ്ടാകും. ഓരോ ചിട്ടുകളിലും സമയത്തിൻ്റെയും പോയിന്റുകളുടെയും കോമ്പിനേഷനാണ് ഉണ്ടാവുക. ചിറ്റ് നമ്പർ 1 15 സെക്കൻഡ് 600 പോയിന്റുകൾ. ചിറ്റ് നമ്പർ 2 16 സെക്കൻഡ് 575 പോയിന്റുകൾ. ചിറ്റ് നമ്പർ 3 17 സെക്കൻഡ് 550 പോയിന്റുകൾ. ചിറ്റ് നമ്പർ 4 18 സെക്കൻഡ് 525 പോയിന്റുകൾ. ചിറ്റ് നമ്പർ 5 19 സെക്കൻഡ് 500 പോയിന്റുകൾ. ചിറ്റ് നമ്പർ 6 20 സെക്കൻഡ് 450 പോയിന്റുകൾ. നേരത്തെ നിങ്ങൾ തിരഞ്ഞെടുത്ത ആദില, നൂറ, അക്ബർ എന്നിവരാണ് പണിപ്പുരയിൽ പോകേണ്ടത്. ആരാണ് ഇപ്പോൾ ചിട്ടെടുക്കുന്നത്? 3 പേർക്കും ചേർന്ന് ഒരു ചിട്ട് മാത്രമാണ് എടുക്കേണ്ടത്. അനുവദിച്ചിരിക്കുന്ന പോയിന്റിൽ കൂടുതൽ വസ്തുക്കൾ എടുത്താൽ അധികമായവ തിരിച്ചുവെക്കേണ്ടി വരും. തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ സാധനങ്ങൾ എടുത്ത് പുറത്തു വന്നില്ലെങ്കിൽ എടുത്തവയെല്ലാം തിരിച്ചുവെക്കേണ്ടിയും വരും. വൈകിട്ട് 3:05. ഇത് തട്ടല്ലേ? Come on. പതിനാറ് സെക്കൻഡേ ഉള്ളൂ. അയ്യോ, തുറക്ക്. അത് ചെയ്യണമായിരുന്നു. എടാ പേഴ്സണലാണോ നോക്ക്. അത് സാരമില്ല, റിജക്ട് ചെയ്യല്ലേ ഉള്ളൂ. പേഴ്സണൽ അല്ലെങ്കിൽ കുഴപ്പമില്ല. അത് ഫസ്റ്റ് ടൈം അല്ല, ടെൻഷൻ ആയിട്ട്. ഇത്ര പെട്ടെന്ന് 13 സെക്കൻഡ് തീർന്നു. വൈകിട്ട് 3:15. അങ്ങനെ ഈ ആഴ്ചയിലെ പണിപ്പുരയിലെ 2 അവസരങ്ങളിൽ ആദ്യത്തെ അവസരം കഴിഞ്ഞു. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നല്ലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അഭിനന്ദനങ്ങൾ. പക്ഷേ സമയത്തിനുള്ളിൽ തിരികെ എത്താത്തിന് എടുത്ത മുഴുവൻ വസ്തുക്കളും തിരികെ വെക്കേണ്ടി വരും. ബിഗ് ബോസ് പ്ലീസ്, ഒരു ചാൻസ് കൂടെ തരോ? എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച. എല്ലാം ഒന്നിച്ചു വരാനുള്ള ഐഡിയ ആരുടേതായിരുന്നു?
എല്ലാവരും കൂടി ഒരുമിച്ചെടുത്ത തീരുമാനമാണ് മാക്സിമം എടുക്കുക എന്നുള്ളത്. ആരുടേതായാലും അതൊരു പക്ക ഫ്ലോ പ്ലാൻ ആയിരുന്നു. അടുത്ത തവണയെങ്കിലും ചിന്തിച്ച് കൃത്യമായി പ്ലാൻ ചെയ്ത് പണിപ്പുരയിൽ പോവുക. മനസ്സിലായോ? മനസ്സിലായി. ഏതെങ്കിലും രണ്ടുപേരെയും കൂട്ടി നിങ്ങൾ ഗാർഡൻ ഏരിയയിൽ പോയി എടുത്ത വസ്തുക്കളെല്ലാം തിരികെ പണിപ്പുരയിൽ വെക്കുക. ബാക്കി എല്ലാവരും വീടിനുള്ളിൽ മാത്രം ഇരിക്കുക. വൈകിട്ട് 3:30. വീക്ക്ലി പൈസയുടെ പോയിന്റ്സ് പോകുന്നുണ്ടോ? ഉറങ്ങാൻ ഞാൻ ഹെൽപ്പ് ചെയ്യാം. അങ്ങോട്ട് വാ. എനിക്ക് വായോ നടക്ക്. കൺഗ്രാജുലേഷൻ. എന്തിനാ? ആദ്യത്തെ സെഞ്ചുറിക്ക് എപ്പോഴും വിലയുണ്ട്. വൈകിട്ട് 3:35. ഞാൻ ആവി പിടിക്കായിരുന്നു. അവിടെ ആവി ഉണ്ടോ? എങ്ങനെ? ഞാൻ വെള്ളം കുടിക്കട്ടെ കുറച്ച്. നിങ്ങളൊന്ന് പോയി എൻ്റെ അടുത്തത്. എന്തോ എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഇല്ല ഞാന് എന്റെ വെള്ളം കുപ്പി ഞാൻ നോക്കാൻ വേണ്ടിട്ട് വന്നതാ. കിട്ടിയോ? കിട്ടി. തണുത്ത വെള്ളം വേണോ? ഫ്രിഡ്ജിൽ വെച്ചത്. ട്രൈ. വൈകിട്ട് 4:10. മോനെ കുറെ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ആർക്കുള്ളതാന്നുണ്ടോ? ഷോർട്സോ? അയ്യോ ബിഗ് ബോസ്. ഈ യൂണിഫോം ആണോ എനിക്ക് തരുന്നത് ബിഗ് ബോസ്? എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ തന്നേക്കുന്നുള്ള. എനിക്ക് കളർഫുൾ ആയിട്ട് ഡ്രസ്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതെന്താ ഇത്? ഇദ്ദേഹത്തിന് മൂഡ് മനഃപൂർവ്വം കീറിയിട്ട് ബിഗ് ബോസ് ഈ ഷാനവാസിക്കൊക്കെ പ്രത്യേക ഇഷ്ടമുള്ളതുകൊണ്ടാണ് കൊടുത്തത്. ഷാനവാസിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഷാനവാസിന് കൊടുക്കട്ടെ. ഞാൻ അക്ബർ. സോറി മേടിച്ചിട്ടില്ല. എനിക്ക് വേണ്ട. നിർബന്ധമൊന്നുമില്ല. അവിടെ കൊണ്ടു വെച്ചോ. വൈകിട്ട് 4:20. ഞാൻ ഈ സ്കൂളിൽ പഠിക്കുന്ന അതാ പറഞ്ഞു പോയൊരു സ്കൂൾ ബാഗ്, വാട്ടർ ബോട്ടിൽ, ബുക്ക് എല്ലാം എടുത്തിട്ട് വാ. ഇങ്ങനെ പോകാം ഞാൻ. ഇതെനിക്കാ ഇത് സൂപ്പറാ. ഇങ്ങനെ പോകാം. മൈക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞുള്ള ഫിഡ് കിട്ടും. മനസ്സുകൊണ്ട് 5 വയസ്സ്. ഡാഡി ഇതാണ് എന്റെ പപ്പ. അല്ല ഷുഗർ ഡാഡി അല്ല. ഓ മാമ എന്നെ സ്കൂളിൽ കൊണ്ടേ ഒന്ന് ആക്കാൻ തരാൻ പറ്റുമോ പ്ലീസ്? പ്ലീസ് എന്താ ചെയ്യേണ്ടത്? പ്ലീസ് സുഖമില്ലാത്ത കുട്ടിയല്ലേ? ആർക്കാണ് സുഖമില്ലാത്തത്? അതെ, ഒരു മിനിറ്റ് ഇങ്ങോട്ടേക്ക് നോക്ക. എന്നെ നിങ്ങൾ കണ്ടിട്ട് ആടല്ല ഇതിനെക്കാട്ടിയും ഇങ്ങനെയല്ല. അന്ന് ഫാഷൻ കൊറിയോഗ്രാഫർ. ഓക്കെ. ഓ ഇത്രയും ചെരുപ്പും കാര്യങ്ങളുള്ള ഇതിന്റെ അഹങ്കാരമാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് വരും ഒരു ദിവസം ഇങ്ങനത്തെ മിന്നുന്ന ചെരുപ്പും ഇതേപോലുള്ള ഡ്രസ് ഞങ്ങൾക്ക് കിട്ടും. അന്നേരം ഞങ്ങൾ നോക്ക നിങ്ങളുടെ മുമ്പിൽ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ നടക്കും.
എങ്ങനെ നടക്കുന്ന സ്റ്റൈലും കാണിച്ചാൽ. ഞാൻ എങ്ങനെ നടക്കും? ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് നടക്കും. അവിടെ വരെ ഒന്ന് കൊണ്ടുപോകും ഷാനവാസിക്ക. ഒറ്റയ്ക്ക് നടന്ന് കാണിച്ചാൽ മതി. ഇങ്ങനെ 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 നടക്കും, കൈ പിടിച്ച്. എന്റെ അപ്പച്ചന്റെ കൈയും പിടിച്ചൊന്ന് നടക്കും. അപ്പച്ചന്റെ അച്ഛൻ്റെ അപ്പഴാണ്. വൈകിട്ട് 4:30. അല്ല, ജിസലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജിസൽ വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ പോകുന്ന പ്രൊഫഷൻ കാര്യങ്ങൾ അത് ഇതൊക്കെ ആയിട്ടുള്ള ഒരിതുണ്ടാവും. നമ്മളൊരു കുറച്ചും കൂടെ ഒരു വെൽ ഡ്രസ്സിങ് സൂക്ഷിക്കുക. ജിസൽ നോർമലി ലൈഫിൽ എന്തോ എന്നുള്ളതല്ല, ഇതൊരു ഷോ ആണ്. ഈ ഷോ കാണുന്നത് മലയാളീസാണ്. ഇഷ്ടമുള്ളത് ഇങ്ങനെ ഡ്രസ് ഇടാനാണ്. അതും നമ്മുടെ ഓഡിയൻസ് കണ്ട് ആക്സെപ്റ്റ് ചെയ്യണ്ടേ. ഷോർട്സ് ഞാൻ യൂഷ്വലി ഇടത്തില്ലായിരുന്നു സെക്കൻഡ് ഡേയില്, പക്ഷെ തുണി ഇല്ലായിരുന്നപ്പോ ഞാൻ ഇട്ടു. ഞാൻ പറയുന്നത് ജിസലിന്റെ നല്ലതിന് വേണ്ടി. അത് മനസ്സിലായി, എനിക്ക് മനസ്സിലാവുന്നു. നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അത് ആ അർത്ഥത്തിൽ എടുത്താൽ മതി. വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പക്ഷേ ഷോയിൽ വരുമ്പോ മലയാളി ഓഡിയൻസ് ആണ്. നമുക്ക് അവരുടെ ഇഷ്ടം പിടിച്ചു വാങ്ങണം എന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായവും വോട്ടും നേടുന്ന ഒരു സാധനം. അവിടെ ഇത് ചിലപ്പോ ബാക്ക് ഫയർ അടിക്കുന്നു. കറക്റ്റ് ആണോ? അതാണ്. വൈകിട്ട് 4:45. എന്റെ കോസ്റ്റ്യൂം മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ? നെവിന്റെ യൂണിഫോം പോയിട്ട് എടുക്കുന്നതായിരുന്നു പറയേണ്ടിയിരുന്നത്. എനിക്ക് ഒറ്റ കളറില്ല. ഞാൻ എന്റെ ലൈഫിൽ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒറ്റ കളർ ഇട്ടുകൊണ്ട് നടക്കുന്നുള്ള കാര്യം. ഇതൊരുമാതിരി നഴ്സറി കുട്ടികൾക്ക് കൊടുക്കുന്ന മറ്റുള്ള യൂണിഫോം എനിക്ക് വന്നിട്ട് ദേഷ്യം എല്ലാം വരുന്നുണ്ട്. ഇതൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൗഡർ ഇടുമ്പോഴത്തേക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ ഒരുങ്ങി പോകത്തില്ലേ, അതേപോലെ നൊസ്റ്റാൾജിയൊക്കെ വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ കതിപ്പിളകുന്നത്. വൈകിട്ട് 4:50. അതാണ് ഞാൻ ചായ ഇഷ്ടമല്ല, എനിക്ക് എന്റെ ചായ വേണം. ഇവിടെ എല്ലാരും പറഞ്ഞു എന്റെ ചായ കുടിച്ചിട്ട് നല്ലതാണ്. എനിക്കും കുറെ ആൾക്കാർ പറഞ്ഞു, ലൈക്ക് നെവിൻ ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ടോൾഡ് മീ എന്റെ ചായ നല്ലതാണ്. പക്ഷെ ജിസയിലിട്ട ചായ ഇവിടെ കൊള്ളില്ലെന്ന് എന്റെ പലരും പറഞ്ഞു. കേട്ടില്ല. 4 ആൾക്കാരാണ് കുടിച്ചത്. ആ 4 പേരെ പറഞ്ഞത്. സൂചിപ്പിക്കാൻ കൊണ്ടിട്ടാ മതിയല്ലോ. അതെന്താ, ഞാൻ അവരെ കാശ് കൊടുക്കുന്നുണ്ടോ? കണ്ട നല്ലതാണ്. വെറുതെ നിന്റെ ഇത് ഞാൻ അടച്ചോ? നീ എന്തിനാ എന്റെ അടുക്കണം വെറുതെ? അത് ഗ്യാസ് ഓൺ ചെയ്ത് വെള്ളം എടുക്കാൻ പോയതാണ്. കളയുന്നത്. ഇല്ല, തെളിച്ചില്ല. ഞാൻ കണ്ടല്ലോ ഇപ്പൊ തെളിക്കുന്നത്. ഇല്ല, തെളിച്ചില്ല. എനിക്ക് ഇച്ചിരി കൂടി അത് കൊള്ളാം. ചായ ഉണ്ടാക്കുവാണെങ്കിൽ മൊത്തം ഉണ്ടാക്കണം. നീ എന്താ ചെയ്യണം? നീ തിളക്കുന്നില്ലേ? ഇവിടെ തെളിക്കുന്നു. തെളിച്ചില്ലല്ലോ. ഇവിടം വരെ വരട്ടെ. ആ പാട് കണ്ടില്ലേടാ? നമ്മുടെ വീട്ടിലത്തെ പോലെ എന്തോ ജിസേൽ തിളക്കട്ടെ. ഞാൻ ഇച്ചിരി ബോയിൽഡ് ടീ ആണ് കുടിക്കണത്. മനസ്സിലായില്ലേ? ഇത് കളിക്കാനുള്ള സാധനമല്ല. മനസ്സിലാക്കുക, രണ്ടുപേരും മനസ്സിലാക്കുക. മനസ്സിലായോ? അല്ല, ഇത് പിന്നെ തമാശ കളിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് കളിക്കാനുള്ള സാധനമല്ല. ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ടാണ് വെള്ളം എടുക്കാൻ പോകുന്നത്. അത് ശരി, അതെന്റെ മിസ്റ്റേക്കല്ലേ? പക്ഷെ അത് അനുവാണ് ഓഫാക്കിയത്. അവള് വലിയ കാര്യം. ഇപ്പം എന്തിനാ ഓഫാക്കണേ? ഇപ്പം എന്തിനാ ഓഫാക്കണേ? അല്ല, ഞാൻ ഉണ്ടാക്കണ എന്റെ ഹിസാബ്സ് ഉണ്ടാക്കണം. ഇവൾക്ക് എന്റെ ചായ നോക്കണ ഒരു ഇഷ്ടമല്ല. വഴക്കുണ്ടാക്കാൻ പറഞ്ഞല്ല ജിസേൽ. നാളെ ജിസേലായിരിക്കും ചായ ഉണ്ടാക്കുന്നില്ലായിരിക്കും. ഇന്ന് അനുമോള് ചാൻസ് കൊടുത്ത് നമ്മള് ഉണ്ടാക്കാൻ ചായ.
പരിപാടി നമ്മളെ എല്ലാവർക്കും ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. പുള്ളിക്കാരി എന്റെ ചായ കുടിച്ചിട്ട് കൂടി ഇല്ല. എന്ത് പറയല്ലേ, ചായ കൊള്ളത്തില്ല. അത് കണ്ടപ്പോ കൊള്ളാത്തതോ അല്ല, അത് പറയാനുള്ള അധികാരം ഉണ്ടോ എനിക്കല്ല. പക്ഷെ ഒരു കാര്യം പറയാം, അവള് കുടിക്കത്തില്ല. ഫുഡ് പേഴ്സണൽ ചോയ്സ് ആണ്. എനിക്ക് വേണ്ട ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ തിന്നത്തില്ല, കുടിക്കത്തില്ല. സിമ്പിൾ അല്ലേ? രണ്ടാം ദിവസം വൈകിട്ട് 6:10. പുകഞ്ഞ കൊള്ളി പുറത്ത്. ഇത് വളരെ കഠിനമായ ഒരു സീസണാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. നിങ്ങൾക്കറിയാമല്ലോ, ബിഗ് ബോസ് വീടിനുള്ളിൽ ഓരോ ടാസ്കിനും ഓരോ പരിണിത ഫലം ഉണ്ടാകും. ചിലപ്പോൾ ജയിലിലാവാം, ചിലപ്പോൾ നോമിനേഷൻ ആവാം. എന്നാൽ ഈ ടാസ്കിന് ഒരേ ഒരു പരിണിത ഫലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, എവിക്ഷൻ. റെഡിയാണോ? നിങ്ങൾ എല്ലാവരും ചേർന്ന് ഈ വീടിനുള്ളിൽ നിൽക്കാൻ യോഗ്യതയില്ല എന്ന് തോന്നുന്ന 4 പേരെ തിരഞ്ഞെടുക്കുക. തിരഞ്ഞെടുക്കപ്പെട്ട 4 പേർ ഇന്ന് മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെ ലൈറ്റ് ഓഫ് മുതൽ രാവിലെ വേക്കപ്പ് വരെ ഗാർഡൻ ഏരിയയിലാണ് സഹവസിക്കേണ്ടത്. ഇവർക്ക് ഈ സമയത്ത് ഹൗസിനുള്ളിൽ പ്രവേശിക്കാൻ അനുവാദം ഉണ്ടായിരിക്കുന്നതല്ല. 4 പേർക്കുമായി ഉറങ്ങാൻ ഒരു കട്ടിൽ മാത്രമാണ് ഉണ്ടാകുക. ഈ കട്ടിലല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ കിടന്നുറങ്ങാൻ പാടുള്ളതല്ല. എന്നാൽ ആരെങ്കിലും ഉറങ്ങുകയാണെങ്കിൽ മറ്റ് ഹൗസ്മേറ്റ്സിന് ഇവരെ കട്ടിലോടുകൂടി എടുത്തു കൊണ്ടുപോയി ഗാർഡൻ ഏരിയയിൽ മാർക്ക് ചെയ്തിട്ടുള്ള റെഡ് സോണിൽ വെക്കാവുന്നതാണ്. അങ്ങനെ സംഭവിച്ചാൽ ഉറങ്ങിക്കിടക്കുന്നയാൾ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് തന്നെ പുറത്താകുന്നതായിരിക്കും. എന്നാൽ ഉറങ്ങിക്കിടക്കുന്നയാളെ എടുത്തുകൊണ്ട് പോകുന്നതിനിടയിൽ അയാൾ എഴുന്നേറ്റാൽ ഹൗസിനുള്ളിലെ ലൈറ്റുകൾ തെളിയുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഷോയിൽ നിന്നും പുറത്താകേണ്ടി വരില്ല. പ്രത്യേകം ഓർക്കുക, കൂടെയുള്ളവർക്ക് ഉറങ്ങുന്നവരെ സഹായിക്കുകയോ അതല്ലെങ്കിൽ കാട്ടിക്കൊടുക്കുകയോ ചെയ്യാവുന്നതാണ്. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ഗുഡ് ലക്ക് ബിഗ് ബോസ്. രണ്ടാം ദിവസം വൈകിട്ട് 6:25. രേണു ചേച്ചി ആക്റ്റീവ് അല്ലാത്ത പോലെ തോന്നി. ഷാനവാസ് ഏട്ടൻ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി പറഞ്ഞതുപോലെ രാവിലെ ഫീൽ ചെയ്തു. നെവിൻ കുറച്ച് അൺവാണ്ടഡ് ആയിട്ടുള്ള, അതായത് കുറച്ച് ഓവർ ആകുന്ന പോലെ ഫീൽ ചെയ്തു. ജിഷേൽ ഇന്നത്തെ റീസെന്റ് ആയിട്ടുള്ള വഴക്ക് തന്നെ എക്സാമ്പിൾ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. അഭിലാഷ് ചുമ്മാ അങ്ങോട്ട് കയറി ഓവറായിട്ട് എന്തെങ്കിലും ഇങ്ങനെ കേട്ടോണ്ട് നിന്നിട്ട് സൈലന്റ് ആയിട്ട് നിന്നിട്ട് ചുമ്മാ ചാടി കടിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് അഭിലാഷ്. സെയിം അക്ബറും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്. ശൈത്യ ഇന്നാന്ന് തോന്നുന്നു കുറച്ച് ആക്റ്റീവ് ആയത്. റെന ചില കാര്യങ്ങളൊക്കെ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, സംസാരിക്കുന്നത് വ്യക്തമായിട്ട് തോന്നുന്നില്ല. ആദ്യത്തെ പേര് ഷാനവാസ്ക, ഫേക്ക് ആയിട്ട് നിൽക്കുന്ന പോലെ തോന്നി. ശൈത്യ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണമെന്ന് അവിടെ. ഷാനവാസിക്ക, കാരണം ഇന്നലത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് അനുവായിട്ടുള്ളൊരു ഇഷ്യൂവിൽ ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തു. ദെൻ ആദില ആൻഡ് നൂറ, കാരണം കുറച്ച് ബാൻഡ് കിട്ടിയതിന് ശേഷം കുറച്ച് സേഫായിട്ടാണ് കളിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബിന്നീനെ പറയാം, ബിക്കോസ് ഇന്നലത്തെ ആ ലിപ്സ്റ്റിക്കിന്റെ ഒരു കേസ് ഞാൻ അത് ക്ലാരിറ്റി തരാൻ വേണ്ടി വന്നതായിരുന്നു. ബട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സോറി പറയാൻ വന്നപ്പോഴേക്കും എല്ലാവരും കൂടി കിടന്ന് ബഹളം ഉണ്ടാക്കി. ആൻഡ് ബിൻസി, നമുക്കിവിടെ ഉച്ചയ്ക്ക് ഉറങ്ങാൻ പാടില്ല, റൂള് തെറ്റിച്ചു. തേർഡ് വൺ ജിസൈൽ, അതായത് പബ്ലിക്കായിട്ട് മീൻസ് വാഷ്റൂമിന്റെ തന്നെ കേസാണ്. പബ്ലിക്കായിട്ട് നമ്മളുടെ അണ്ടർ ഗാർമെന്റ്സ് ഒന്നും ഇടാൻ പാടില്ല. രഞ്ജിത്തേട്ടൻ ഒരു മോളിനെ പോലെ ജസ്റ്റ് തമാശയ്ക്ക് പറഞ്ഞ ഒരു കാര്യം അത് സീരിയസ് ആക്കി എടുത്തിട്ട് ലൈക്ക് ഇവിടെ പ്രായം പറയാൻ പാടില്ല, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പോലെ അങ്ങനത്തെ ഒരു ടോക്ക് വന്നു. അതെനിക്ക് ഇഷ്ടമായില്ല. ഷാനവാസിക്ക, പക്ഷെ ഇന്ന് രാവിലെ നടന്ന സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 ജിസൈൽ എന്നെ എങ്ങനെ തെറ്റിദ്ധരിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. 3 രഞ്ജിത്തേട്ടൻ, ചേട്ടൻ കുറച്ചും കൂടെ നല്ല ആക്റ്റീവ് ആവണം, ചേട്ടൻ ഒതുങ്ങിക്കൂടി പോകുന്നില്ല തോന്നി. 4 രേണു ചേച്ചിയും കുറച്ച് ആക്റ്റീവ് ആവണം. നെയിൻ ചേട്ടനാണ്. ബിഗ് ബോസ് മെറ്റീരിയലായി തോന്നിയില്ല. ലൈക്ക് എല്ലാം ഭയങ്കര ഫണ്ണി ആയിട്ട് എടുക്കുക, എപ്പോഴും എന്റർടൈനിങ് ആണ്. ഫസ്റ്റ് പേര് ഷാനവാസ് ആയിരിക്കും. ബിക്കോസ് കുറെ ആൾക്കാർ പറഞ്ഞു രുദ്രൻ വരുക, പക്ഷെ ഏതൊരു പൂച്ച അങ്ങോട്ട് നടക്കുന്ന പോലെ തോന്നി. അസാരിക ചേച്ചിയാണ്. ഫുഡ് ഉണ്ടാക്കാൻ അടിപൊളിയാണ്, പക്ഷെ അത് മാത്രം ചെയ്താൽ പോരാന്ന് തോന്നുന്നു. ഫുഡ് നമുക്ക് ഷെഫല്ല വേണ്ടത്, നമുക്കൊരു ബിഗ് ബോസ് മെറ്റീരിയലാണ് വേണ്ടത്. അതിൽ നൂറായിരിക്കും. ബിക്കോസ് 2:1 എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരാൾക്ക് ഒരു കോമ്പറ്റീഷനായിട്ട് ഞാൻ കരുതുന്നു. റെനേനെ ഞാൻ നോമിനേറ്റ് ചെയ്യും. ബിക്കോസ് നമ്മളിവിടെ സ്ത്രീകളുടെ ഉന്നമനം പൊക്കിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല ബിഗ് ബോസിലേക്ക് വന്നേക്കുന്നത്. ആൻഡ് പുള്ളിക്കാരത്തി മറ്റുള്ളവരുടെ സ്പേസിൽ കിട്ടാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു ശൈത്യയുടെ
നമ്മൾ ഫാമിലി ആസ് നമ്മളിങ്ങനെ കൈവിട്ടപ്പോഴത്തേക്കും യു ഹാവ് ടു ആസ്ക് പെർമിഷൻ. അത് പറയേണ്ട ആവശ്യമില്ല. ശൈത്യക്ക് ആവശ്യമുണ്ടെങ്കിൽ ശൈത്യ പറയും എൻ്റെ ദേഹത്ത് തൊടരുത് എന്നുള്ളത്. ബിക്കോസ് ഷീ വാണ്ട് സം സ്പേസ്. ഇവിടെ വന്നിട്ട് നെവിൻ ചേട്ടൻ്റെ എൻ്റർടൈൻമെൻറ്റിനെ പറ്റി പറയുന്നത് ബിക്കോസ് ഐ ആം ദ എൻ്റർടൈനർ ആയതുകൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് എന്നെ ഇവിടെ വരുത്തിയേക്കുന്നത്. ബിക്കോസ് ഇത് ലെറ്റ് മീ കംപ്ലീറ്റ് ബിക്കോസ് ഇറ്റ്സ് മൈ സ്പേസ്. ഓക്കെ. ആൻഡ് എൻ്റർടൈൻമെൻറ്റ് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ടോക്സിക് സംഭവം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല ഞാനിവിടെ എത്തിയേക്കുന്നത്. സോ മൈ ഫസ്റ്റ് നോമിനേഷൻ ഈസ് റെന. എൻ്റെ ഫസ്റ്റ് പേരാണ് അനുമോൾ. ബിക്കോസ് ഞാൻ വന്ന ദിവസം ഇവളെന്നെ എന്തെങ്കിലും ടാർഗറ്റ് ചെയ്തിരിക്കും. സെക്കൻഡ് നെയിം ഇസ് ബിൻസി. ബിൻസിക്ക് അവളുടെ ആയ ഒരു പേഴ്സണാലിറ്റി ഇല്ല. അവളൊരു യെസ് മാൻ ആണ്. സാരിക ജി അങ്ങനെ സ്മാർട്ടാണ്. ഇങ്ങനെ പറയും അതൊരു സ്മാർട്ട്നെസ്. പക്ഷെ ടാസ്കിൽ ഒരു സ്മാർട്ട്നെസ് ഇല്ല. ടാസ്കിൽ ബിഗ് ബോസ് ആയ ബിഗ് ബോസ് കളിക്കണം, അമ്മ കളിക്കണ്ട. ഇത് സീരിയൽ അല്ല, ഇത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആണ്. ഫസ്റ്റിലെ തന്നെ ഞാൻ പറയാൻ പോകുന്ന പേര് ഗ്ലിസൈൽ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് തന്നെ പറയാറുണ്ട്. അപ്പോൾ ശബ്ദമുയർത്തുന്നവനെല്ലാം ഗുണ്ടകളാണ് എന്ന് ഒരു അഭിസംബോധന നടത്തിയത് കൊണ്ട് ഞാൻ ഗ്ലിസൈലിനാണ് ആദ്യം പറയുന്നത്. ഷാനവാസ് ചേട്ടൻ ഈ പറഞ്ഞ പോലെ തന്നെയാണ്. പല വിഷയങ്ങളിലും ആ വിഷയം എന്താണെന്ന് പോലും അറിയാതെ ഇടപെട്ടിട്ട് അവിടെ മൊത്തത്തിൽ ഒരു കോമഡി ആക്കിയിട്ട് ആ വിഷയത്തിൻ്റെ ഒരു സീരിയസ്നെസ് കളയുന്ന പോലെ എനിക്ക് തോന്നി. 4 താങ്ക് യു. ശൈത്യ പറയുന്നു. ശൈത്യ ഇത് ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ശൈത്യയുടെ ഒരു ഇൻവോൾവ്മെന്റ് കണ്ടിട്ടില്ല ഇതുവരെ. രണ്ടാമത് ബിൻസി ദ സെയിം റീസൺ ആണ് ബിൻസിക്കും. മൂന്നാമത്തത് ഷാനവാസ്. തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കുക, അത് തിരുത്തുക എന്നുള്ളതാണ്. അത് സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ പറയുമ്പോൾ കുറച്ചുകൂടി പക്വത കാണിക്കണമെന്ന് തോന്നി. അതുകൊണ്ട് ഷാനവാസ്. റെന വേറൊന്നും കൊണ്ടല്ല, റെനയുടെ കാഴ്ചപ്പാട് ഇത്തിരി ഇമ്മച്വറാണ്. വളരെ സിമ്പിളായിട്ട് ജഡ്ജ് ചെയ്യാതെ അങ്ങനെ പ്രായമുള്ള ആശയങ്ങളൊന്നും ഫ്രം വിസ്ഡം എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഈ ഒരു സെയിം റീസൺ തന്നെ ഞാൻ കൊടുക്കുന്നത് ഫോർ മേക്കിംഗ് എ സ്റ്റോം ഇൻ എ ടീ കപ്പ് ജിസേൽ ആൻഡ് അനുമോൾ. ബിഗ് ഡീൽ. അത് തന്നെ സാധനം. ഷാനവാസ് ഒരു സീരിയൽ ഓഡിയൻസിനെ ഇഷ്ടപ്പെട്ട പൾസ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലായിരിക്കും എൻ്റെ പ്ലേ. അതുകൊണ്ട് അങ്ങനെ ഒരു രീതിയിൽ സംസാരിച്ചതായിട്ട് ഞാൻ കേട്ടു. ആദില നൂറ, ബിൻസി, ആര്യൻ, അക്ബർ. ഓക്കെ. എൻ്റെ ഫസ്റ്റ് നോമിനേഷൻ അനുമോൾ. കാരണം അറ്റ്ലീസ്റ്റ് അനുമോൾ 2 കാര്യങ്ങളാണ് അനുമോൾ അവിടെ ചെയ്യേണ്ടിയിരുന്നത്. ഒരു സ്ത്രീ എന്ന നിലയിലും ഇത്രമേൽ സീരിയൽ രംഗത്ത് നിൽക്കുന്ന ഒരാൾ ആ കാര്യം വെട്ടി തുറന്ന് പറഞ്ഞ് നിലപാട് വ്യക്തമാക്കേണ്ടതായിരുന്നു. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ക്യാപ്റ്റനോട് വന്ന് പറയാനുള്ള ചങ്കൂറ്റമെങ്കിലും ആ ചങ്കൂറ്റമെങ്കിലും കാണിക്കേണ്ടതായിരുന്നു. റെന പുതുതലമുറയിൽ എനിക്ക് ഒരുപാട് വിശ്വാസമുണ്ട്. സോഷ്യൽ മീഡിയയിൽ 2K കിഡ്സിനെ കുറിച്ച് അത്രമേൽ നല്ല രീതിയിൽ പരാമർശിച്ചിട്ടുള്ള ആളാണ് ഞാൻ. അനീഷ്, ഉപദേശമല്ല വേണ്ടത്, വോട്ടിംഗ്, അതിന്റെ കാരണങ്ങൾ. സോ അതുകൊണ്ട് എൻ്റെ നോമിനേഷൻ റെന ഫാത്തിമ. ജിസേൽ. കാരണം ജിസേലിന്റെ അടിവസ്ത്രങ്ങളാണ് ഇവര് കാണിച്ചത്. റൈറ്റ്. ജിസേലിന് 3 ദിവസങ്ങളായിട്ട് ആ വേദന ഉള്ളിലേക്ക് കൊണ്ട് നടക്കാണ് അല്ലെ? എന്നോട് പറഞ്ഞതാണ് നാളെ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ അത് അതിശക്തമായിട്ട് പറയണമായിരുന്നു. അതെന്റെ മിസ്റ്റേക്ക്, സോറി. രാത്രി 7:30. ഏറ്റവും കൂടുതൽ വോട്ടുകൾ നേടിയത് ഷാനവാസ് 10 വോട്ടുകൾ, ശൈത്യ 9 വോട്ടുകൾ, ജിസേൽ 8 വോട്ടുകൾ. 7 വോട്ടുകൾ വീതം തുല്യമായി നേടിയത് റെനയും ബിൻസിയും. ഈ 2 പേരിൽ നിന്നും ഒരാളെ നിങ്ങളെല്ലാവരും ചേർന്ന് തിരഞ്ഞെടുക്കുക. റെന റേസ് ചെയ്യൂ. ഞാൻ റെനയ്ക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പൊ റെനയ്ക്ക് 6 വോട്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിരിക്കുന്നത് ബിൻസിയാണ്. സോ ബിൻസിനെയാണ് ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങോട്ട് വിടുന്നത്. അപ്പോൾ ഇന്നു മുതൽ രാത്രിയിൽ പുറത്തു കിടക്കേണ്ടത് ഷാനവാസ്, ശൈത്യ, ജിസേൽ, ബിൻസി. രാത്രി 10:40. ആട്ടാപ്പുഴു അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ കാണിച്ചാൽ അതിനും പ്രശ്നമാണ് കേട്ടോ.
താൻ സോറി ആട്ടിയതില് കാര്യം തീർന്നില്ലേ? ഇനി ആട്ടുന്നില്ല. നിങ്ങളെ മുഖം കണ്ടില്ല എങ്ങനെ ആട്ടാണ്ടിരിക്കും? എന്റെ മുഖം കണ്ടാ നിനക്ക് ആട്ടാൻ തോന്നും അല്ലേ? ആട്ടാൻ മാത്രല്ല ഓട്ടി അങ്ങോട്ടേക്ക് എന്റെ മുഖം കണ്ട് നിനക്ക് ആട്ടാനും അങ്ങനെ ഒരക്കാനും ആണെന്ന് കാണിച്ചു തരണം. പറഞ്ഞ വാക്കിന് ശരി, നീ ഒരപ്പിച്ചിട്ടേ എന്നെ വിടാവുള്ളൂ. നീ എന്നെ ഒരപ്പിച്ചിട്ടേ വിടാവുള്ളൂ. എന്റെ മോന്ത നന്നായിട്ട് ഒരയണം. ഒരപ്പിച്ചിട്ട് നീ മാത്രം ഒരപ്പിക്കാവുള്ളൂ. ഒരപ്പിച്ചിട്ടേ വിടാവുള്ളൂ. എന്നെ ചേച്ചി ശാരികയുടെ മോന്തൊക്കെ ഒരക്കെന്ന് പറഞ്ഞാൽ എന്നാ പറയണ്ടത്? പിന്നെ എന്താണ്? പിന്നെ ഇത്രയും നേരം പിന്നെ എന്നതാ ശാരിക പറഞ്ഞത്? ശാരികയുടെ മോന്തയ്ക്ക് നോക്കി ഇവരെല്ലാം കേട്ടോണ്ടിരിക്കുക. ഒരപ്പിക്കെന്ന് പറഞ്ഞ ശാരിക അല്ലേ അതല്ലേ പ്രതികരിച്ചത്? പിന്നെ ഞാൻ സ്കിറ്റ് ചെയ്യുമായിരുന്നു ഇവിടെ. രാത്രി 11 മണി. പുറത്തിരിക്കാനായി തിരഞ്ഞെടുത്ത 4 പേരിൽ ഒരു സമയം ഒരാൾക്ക് മാത്രമേ കട്ടിലിൽ കിടക്കാൻ സാധിക്കൂ. കട്ടിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിർബന്ധമായും കിടന്നിരിക്കണം, അല്ലാതെ ഇരിക്കാൻ പാടില്ല. അതുപോലെ കട്ടിലിൽ കിടക്കുന്നയാൾക്ക് മാത്രമേ ഉറങ്ങാനും സാധിക്കൂ. ബാക്കിയുള്ള 3 പേരും കട്ടിലിന്റെ ഒരു ഭാഗത്തും ഇരിക്കാനോ കിടക്കാനോ പാടില്ല. എന്നാൽ കട്ടിലിൽ നിന്ന് ഒരുപാട് ദൂരം മാറിയിരിക്കാനും പാടില്ല. കട്ടിലിന്റെ അടുത്തു തന്നെ ഏതെങ്കിലും ഇരിപ്പിടങ്ങളിൽ മാത്രമേ ഇരിക്കാൻ സാധിക്കൂ. ഇനി ഒരു പണി കൂടിയുണ്ട്. കട്ടിലിൽ അല്ലാത്ത 3 പേരിലും ആരുറങ്ങിയാലും എപ്പോൾ ഉറങ്ങിയാലും നിന്നുറങ്ങിയാലും ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയാലും എങ്ങനെ ഉറങ്ങിയാലും അവരെ ഉണർത്താതെ എടുത്ത് റെഡ് സോണിൽ വയ്ക്കുകയാണെങ്കിൽ ആ വ്യക്തിയും ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്താവുന്നതാണ്. രാത്രി 11:10. ജിസേല അങ്ങനെ ചെയ്യരുത്. ഒരു ടാസ്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്പിരിറ്റിൽ എടുക്കണം. അപ്പൊ ഞാൻ എന്നാ ചെയ്തു ചേട്ടാ? ഇത്ര സമയം ഉണ്ടായിരുന്നില്ല? എത്ര സമയം ഉണ്ടായിരുന്നു അവിടെ? അയ്യോ ഇല്ലായിരുന്നു. ഞാൻ എത്ര സമയമായി അവിടെ നിൽക്കുന്നു? ഇവര് 3 പേരും വിചാരിച്ചില്ല ശൈത്യം ഔട്ടാക്കാൻ, പക്ഷെ ഇവര് വിചാരിക്കില്ല. 2 ഇനി നമ്മള് ശൈത്യം ഇവിടെ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ 4 പേരും ആരെങ്കിലും തൂക്കിയെടുത്ത് കൊണ്ടുപോവുകയാണെന്ന് വിചാരിച്ചോ. ഇവര് 3 പേരും വിചാരിച്ചു കഴിഞ്ഞാൽ ശൈത്യം ഉണരും. അല്ല, 4 പേർ ഒരുപോലെ സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം. തമ്മിൽ ഒറ്റ കൊടുക്കാൻ ആഗ്രഹമുണ്ടോ? ആരെങ്കിലും പുറത്ത് കളയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പക്ഷേ ബിഗ് ബോസ് ആഗ്രഹിക്കുന്നത് നമ്മൾ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് കഴിയുമ്പോൾ നമുക്കൊരു ചോദ്യം വരും, എന്തുകൊണ്ട് നമ്മളിത് ബുദ്ധിപരമായിട്ട് കളിച്ചില്ല എന്നുള്ളത്. അല്ല, ആഗ്രഹം വേണ്ട, പക്ഷെ ചെയ്യണം. ടാസ്ക് ആണെങ്കിൽ ചെയ്യും. 2-ാം ദിവസം അർദ്ധരാത്രി 12:15. എത്ര ദിവസം കണ്ടിരിക്കും? എന്തെങ്കിലും ഉണ്ടാവും. ഇങ്ങനെ പൊക്കി ഇവര് ഇച്ചിരി നെഗ്ലിജൻസ് കാണും. എന്താ കാണിക്കണേ? ഞാൻ മര്യാദക്ക് വന്നേല്ലേ? മര്യാദക്ക് ഇങ്ങനെ വെള്ളം വെക്കോ? ഇതെന്നെ എത്ര പ്രാവശ്യം വിളിച്ച് ചേട്ടാ ചേട്ടാ ചേട്ടാന്ന് കാലിയുടെ തോണ്ടിയപ്പോഴാണ് അറിഞ്ഞത്. അച്ഛാ, നിങ്ങൾ ചെയ്ത് ടൂ മച്ച് അല്ല ഇത്. ഇത് ഞാൻ ഇങ്ങനെ കൊണ്ടുവന്നല്ലോ. അതെന്താ അവിടെ വെക്കും ചേട്ടാ? നിങ്ങൾ പിടിച്ച് തള്ളിയപ്പോഴാണ് ഞാൻ അവിടെ വെച്ചത്. ഇങ്ങനെ വന്നു പിടിക്കും. ഞാൻ നോക്കാൻ വന്നതാണ് എങ്ങനെ ഉറങ്ങുകയാണോ. അങ്ങനെ നോക്കണോ? ഇവിടെ നിന്ന് കാണത്തില്ലേ ചേട്ടാ? ഇവിടെ ഇരുന്നുറങ്ങാനും പാടില്ല, കിടന്നുറങ്ങാനും പാടില്ല. കട്ടില് മാത്രമേ കിടന്നുറങ്ങാൻ പറ്റൂ. കട്ടിലിന്റെ മണ്ടേ രണ്ടാം ദിവസം അർദ്ധരാത്രി 12:35. കിടക്കാനുള്ള സമയമൊക്കെ ആയില്ലേ? പക്ഷേ ഉറങ്ങണം എന്ന് ഞാൻ പറയില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എങ്കിലും ഇപ്പോൾ മുതൽ കട്ടിലിൽ ഒരാളെങ്കിലും എല്ലായ്പ്പോഴും കിടക്കേണ്ടതാണ്. കട്ടിൽ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ കട്ടിലിൽ ഒരാളെപ്പോഴും കിടക്കണമെന്ന് പറഞ്ഞില്ലേ? പുലർച്ചെ 2:30. പറയാനുള്ളതെന്ന് വെച്ചാൽ ബേബിയുടെ ഹൈപ്പർ വരുന്നില്ല എനിക്ക്. ഹൈപ്പർ അല്ല, പ്രഷർ വരുന്നുണ്ട്. എന്റെ ഹൈപ്പർ എനിക്ക് ബേബിന്റെ ഇതിലേക്ക് അടിച്ചേൽപ്പിക്കല്ല. ഞാൻ പറയുന്നത് ബേബിന്റെ ഒരു ഇതുണ്ട്. ബേബി പുറത്ത് ഇങ്ങനെ അല്ല.
തമാശകൾ പറയുന്നു. ഞാൻ അഭിനയിക്കായിരിക്കും അല്ലേ? ബേബി കുറച്ചൊരു സ്ലീപ്പി മോഡിൽ പോകുന്നു. എന്താ ഞാൻ പറഞ്ഞുതരാം. പുറത്തുനിന്ന് ബേബി എങ്ങനെയാണ് ഭയങ്കര ആക്റ്റീവായി. ഞാൻ കച്ചറുണ്ടാകാനല്ല, തമാശകളൊക്കെ പറയും. ഇപ്പം തമാശ പറയാനാണെങ്കിൽ ബേബി ഭയങ്കര സ്ലോ ആയിട്ട് ഒച്ച കുറച്ച് ആരും കേൾക്കാത്ത പാകത്തിന് അങ്ങനെ പറയുന്നിട്ട് എനിക്ക് ഫീൽ ചെയ്യാം. ഇല്ല, ഞാനെന്നാ ഇനി തൊട്ട് അവിടെ നടക്കുമെന്നുണ്ട് എല്ലാവരും ശ്രദ്ധിക്കും. ഞാനൊരു തമാശ പറയാൻ പോകുന്നു, നല്ലോണം ചിരിക്കണേ 2 മിനിറ്റ് എന്ന് പറയാം. ബിഗ് ബോസിനോടും പറയാം, പുള്ളിയും ചിരിക്കട്ടെ. കാരണം എല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഒച്ചത്ത് സംസാരിക്കണം. ഞാൻ കച്ചറുണ്ടാക്കാനല്ല പറയുന്നത്, മനസ്സിലായോ? ബേബി ഒരു അന്തം വിട്ടൊരവസ്ഥയിൽ പോലെ ഇരിക്കുക ബേബി. അത് എനിക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. പുലർച്ചെ 3 മണി. വിളിക്കുന്നു. എന്താണ് ഇതിന്റെ ഇടയ്ക്ക് ലിപ്സ്റ്റിക് ഇട്ട് എവിടെ പോണത്? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു കഞ്ഞിയും ചോറൊന്നും വേണ്ട, രാത്രി ഭക്ഷണം കഴിച്ചിട്ടില്ല. ചമഞ്ഞ് കിടക്കണമെന്നല്ലേ ഇതാണ് മമ്മി പറയണ എന്നോട്. രാത്രി ഭക്ഷണം വേണ്ടില്ല ലിപ്സ്റ്റിക്. ലിപ്സ്റ്റിക് ഇവിടെ വേറൊരു സാധനം എടുത്തിട്ടില്ല, പക്ഷെ സ്കിൻ കെയർ സാധനങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ട് അല്ലേ? ഇവിടെ വെച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക്കാ തിന്നുന്ന ആവശ്യമുണ്ട്. ഇവിടെ നോക്കുന്നുണ്ട്, കാണുന്നുണ്ട്, മനസ്സിലായോ? ആ ഹൾക്ക് പോയോ? ഹൾക്ക് അവിടെ ഉണ്ട്. ഹൾക്ക് പോകത്തില്ല, ബിക്കോസ് ഇപ്പം വാശിയാണ്. സോറി വേണം. ഹൾക്ക് പോകത്തില്ല, ഹൾക്കും അഭിലാഷ് പോകത്തില്ല. പുലർച്ചെ 3:20. ടാസ്ക് ചെയ്യണം. നീ പിടിക്കും, നീ അടങ്ങാൻ പറ്റത്തുള്ളൂ. വിടല്ലേ, തല കൊള്ളും. പുലർച്ചെ 3:30. നാളെ നിങ്ങൾ എപ്പോഴെങ്കിലും അവരെ കിട്ടുമ്പോൾ ഞാനും ഓരോരുത്തരെ മറ്റോളെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്യാം. ആരെ? ജിസേലിനെ. എൻ്റെ അടുത്തൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. ഷാനവാസിനെ ഇവിടുന്ന് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ, എനിക്കാണെങ്കിലും അവർക്കാണെങ്കിലും. അപ്പോൾ ഇപ്പം നമ്മൾ അങ്ങനെ ഒരു കാര്യം പറയുകയാണ്, അതായത് നിങ്ങൾക്ക് വെല്ലുവിളിയായിട്ടുള്ള ഒരാളെ, അതായത് ഇന്ന് അവർ മനസ്സിലാക്കും ഷാനവാസ് എത്ര ഉറങ്ങുന്നുണ്ട്, ആൾക്ക് എത്രമാത്രം ഉറക്കാൻ പറ്റാത്ത ആളാണെന്നുള്ളത് ഇന്ന് മനസ്സിലാക്കും. മനസ്സിലാക്കുന്ന സമയത്ത് നാളെ പെൺകുട്ടികളൊന്ന് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് നടക്കും? എനിക്ക് വലിയ പ്രതീക്ഷ അല്ല, എന്നാൽ ചെയ്തു നോക്കാം. പുലർച്ചെ 3:40. ഐ തിങ്ക് ഇവർ ഉറങ്ങാൻ പോകണം. ഞാൻ പറഞ്ഞില്ലേ 2 മണിക്കൂർ ആയി കഴിഞ്ഞ് ഇവർ ഉറങ്ങാൻ പോകും. അത് തന്നെ ആയില്ലേ ശൈത്യ? ഉറങ്ങാൻ പോയില്ലേ? എല്ലാവരും അവരും പോയി, കപ്പിൾസും പോയി. അപ്പൊ നമുക്കിനി കുറച്ചു നേരം കണ്ണടയ്ക്കാം. വേണ്ട, ഇനി ടാസ്ക് തീരട്ടെ. എല്ലാവരും കണ്ണടച്ചാൽ ശരിയല്ല. വേണമെങ്കിൽ കണ്ണടച്ചോ, എൻ്റെ 3ാമത്തെ കണ്ണ് തുറന്നിരിക്കുകയാണ്. രണ്ടാം ദിവസം പുലർച്ചെ 3:55.